പ്രേക്ഷകർ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് കരുതിയൊരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് ഒരു ഫംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും കരുതിയത് ഇവർ ബിഗ് ബോസ് കഴിഞ്ഞ് ഇത്രയും ഇഷ്യൂസൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇവർ തമ്മിൽ കാണില്ല, അല്ലെങ്കിൽ വീട്ടുകാർ കാണാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. അതുപോലെ നമ്മൾ വിചാരിച്ചിരുന്നത് ജാസ്മിൻ്റെ ഉപ്പ ജാസ്മിനെ വീട്ടിൽ ഇറങ്ങാൻ വിടില്ല, വീട്ടു തടങ്കലിലാക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നുമല്ല. അപ്പം അതുപോലെ തന്നെ ജാസ്മിൻ തകർന്നു പോകുന്നതാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ ജാസ്മിൻ തകർന്നു പോയിട്ടില്ല. അതായത് അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇതിനു മുൻപ് ഇതുപോലെയുള്ള എക്സ്പീരിയൻസുകൾ ഉള്ളത് കൊണ്ടാണെന്ന് അറിയില്ല. കാരണം ആള് ഓക്കെ ആയിട്ട് നല്ല ആക്റ്റീവായിട്ടാണ് കാണുന്നത്. ഗബ്രിയുടെ കൂടിയാണെങ്കിലും അങ്ങനെയാണ് കാണുന്നത്. ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു, അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്സരയുടെ വീട്ടിലാണ്, അപ്സരയുടെ പേട്ടിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഗബ്രി അവിടെ നിന്നിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ട് പാടുന്ന സമയത്ത് അടുത്ത് തന്നെ നിന്നിട്ട് ഗബ്രീനെ നോക്കിയിട്ട് ചിരിക്കുന്ന ജാസ്മിനെയാണ് കാണിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിന് പുറത്തെത്തിയിട്ടും അവർ ആ ഒരു ബോണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫംഗ്ഷനിടയിലാണെങ്കിലും ഗബ്രി പാടുന്നതിനിടയിൽ ജാസ്മിനെ നോക്കുന്നു, ജാസ്മിൻ അത് നോക്കിയിട്ട് ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ക്യാമറാമാൻ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് പുറത്ത് ഇപ്പം നടക്കുന്നത്. പബ്ലിക്കിനെ നേരിടാനുള്ള ഭയവും കാര്യങ്ങളൊന്നും ജാസ്മിൻ്റെ അടുത്ത് കാണുന്നില്ല. ജാസ്മിൻ ഒരു കൂസലും ഇല്ല, അതാണ് നിൽക്കുന്നത്. എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ നിൽക്കുന്നത്. പറഞ്ഞതാണ് ജാസ്മിൻ ഇതൊന്നും വലിയ കാര്യമല്ല. കാരണം ജാസ്മിൻ ഇത് എത്ര കണ്ടു, എത്ര എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. എൻഗേജ്മെൻറ്റ് കഴിയുന്നതും അതുപോലെ തന്നെ റിങ് ഊരി മാറ്റുന്നതും പിന്നെ അവർ പോകുന്നതും വേറൊരാളെ കാണുമ്പോൾ അവരുടെ കൂടെ പോകുന്നതും ഇതൊന്നും ജാസ്മിൻ ഒരു പുത്തിരിയുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ജാസ്മിന് ഇത് പബ്ലിക്കിന് മുൻപിൽ നാറിയാലും ഇതൊന്നും വലിയ വിഷയമല്ല. കാരണം ഞാൻ എൻ്റെ കാര്യം നോക്കി അടുത്തൊരു ചെറുക്കനെയും പിടിച്ചു പോയി. ഇപ്പോൾ ഗബ്രി എനിക്ക് നിന്ന് കൊടുക്കുന്നുണ്ട് അറിയില്ല, ഇതൊരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ഗബ്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഗബ്രീനെ ഫ്രണ്ടാക്കി വെച്ചിട്ട് വേറെ ആളുടെ അടുത്തേക്ക് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനിയിപ്പം ഗബ്രീനെ ആയിരിക്കില്ല വേറെ ആരെങ്കിലും ആണ് കെട്ടുന്നതെങ്കിൽ നമുക്കതും നമ്മൾ തന്നെ എല്ലാം ഇരുന്ന് കാണേണ്ടി വരും. കാരണം ആൾക്ക് അത്ര വലിയ ഒരു ഇതുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ആൾക്ക് അതൊന്നും വലിയ പുത്തരി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം ജാസ്മിനും ഗബ്രിയും ഒരുമിക്കുമോ എന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.